അതിൻ്റെ അകത്ത് ആ സ്പീഡ് എങ്ങനെയാണ് തിന്മയുടെ ശക്തി ആര് കുടുംബത്തിൽ ചെയ്താലും മന്ത്രവാദം ചെയ്താലും ഇതിനെ സ്പീഡായിട്ട് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അതിനെന്താണ് ഉടമ്പടിയിലുള്ള കണ്ടൻറ്റ് എന്ന് അറിയണം നിങ്ങൾ. എന്താണ് ഉടമ്പടി കണ്ടൻറ്റ്? എന്താണ് അത്? ഈ 10 ലുക്ക 10 എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണം? 10 എഴുതിയിരിക്കണം, നിങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവരോട് സുവിശേഷം അറിയിക്കണം. ആ സുവിശേഷം അറിയിച്ച ആൾക്കാരെ തിരിച്ചു വരുമ്പോഴാണ് സാത്താൻ്റെ ഇടിമിന്നൽ കർത്താവ് പറയണത്. പ്രേക്ഷിത പ്രവർത്തനമാണ് സാത്താൻ്റെ ഇടിമിന്നൽ പോലെ തകർക്കണ ഈ ഉടമ്പടിയിലെ കണ്ടൻറ്റ്. അത് ചെയ്യാതെ തകട് കുപ്പിയും കൊണ്ട് കാപ്പിക്കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ആ വിഷയം അതാണ്. ഒറ്റയ്ക്ക് ഇവിടെ കൂടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10:7 പറഞ്ഞ പോകുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. സുവിശേഷ വേലയ്ക്കാണ് അപ്പോസ്തലന്മാരെ വിടുന്നത്. സാത്താൻ എപ്പോഴും ദൈവം നമ്മുടെ പക്ഷത്താക്കണമെങ്കിൽ ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യണം. അതാണ് വിഷയം. നിങ്ങൾ ഉടമ്പടി എടുത്തു, ഉടമ്പടിയുടെ കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് ബേസ്ഡ് ഓരോ കണ്ടൻറ്റുണ്ട്. ആ കണ്ടൻറ്റിന് വ്യക്തമായിട്ടുള്ള ഓരോ കണ്ടൻറ്റുകളും ഓരോ ജീവിത വിഷയങ്ങളെയാണ് അത് കോൺസെൻട്രേറ്റ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ഉടമ്പടി ഇത്തരപോലെ സാത്താന് ഇടിമിന്നലെ പോലെ നിബന്ധിക്കണ ആരുടേതാണ്? പ്രേക്ഷിത പ്രവർത്തകരുടേതാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തകർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ, അതായത് ഡിയ എന്ന് പറഞ്ഞൊരു മോളെ കൊണ്ടുവന്ന് ആലുവയിൽ നിന്ന്, ഡാർലി മിസ്സാണ് ഈ ഡിയയെ കൊണ്ടുവരുന്നത്. ഡിയയുടെ പ്രശ്നം എന്താ? ഡിയയുടെ അപ്പൻ തളർന്ന് കിടക്കുന്ന, അതാണൊരു പ്രശ്നം. ഡിയയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഡിയയുടെ ഹസ്ബൻഡുണ്ട്, പക്ഷേ അദ്ദേഹം ഗൾഫിലാണ്, ചെറിയ ശമ്പളമേ ഉള്ളൂ. ഈ ചെറിയ ശമ്പളത്തിൽ അയാൾ ഡിയയെ നോക്കണം. ഡിയയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കണം, അപ്പൻ്റെ കാര്യം നോക്കണം, അതുകൊണ്ട് മിച്ചമൊന്നുമില്ല. ഇങ്ങനെ മിച്ചമില്ലാത്ത ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഇവർക്ക് രോഗമാകും, ക്യാൻസർ ആകുമ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും, ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്യും. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ഇതുങ്ങൾ ആരെ ഏൽപ്പിക്കും? അപ്പോൾ സങ്കടമായി. അപ്പനാണെങ്കിൽ തളർന്ന് കിടക്കുകയാണ്, ഭർത്താവ് നാട്ടിലുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഡോക്ടറിനോട് ചോദിക്കും, ഡോക്ടറെ ഞാൻ രക്ഷപ്പെടുവാന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർമാരുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ആളെ നോക്കത്തില്ല അവരിങ്ങനെ പറയും, രക്ഷപ്പെട്ടാലും ഈ രോഗം പിന്നെയും വരുമെന്ന് പറയും. ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഡോക്ടർമാരോട് ചോദിക്കണത്. പക്ഷേ ഡോക്ടർമാരിപ്പോഴേ പഠിച്ചു വെച്ചിരിക്കുന്ന സൈക്കോളജി എന്ന് പറഞ്ഞത് ആൾ പോയി കിടക്കണമെന്ന് ആദ്യമേ പറയണം. കാര്യം ആളിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ബന്ധുക്കളോടെ വന്ന് ആശുപത്രി തല്ലി പിടിക്കും ആൾക്കാർ. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കും, പിന്നെ കേസാകും. അതുകൊണ്ട് ഡോക്ടർ പറയും സർവത്ര കുഴപ്പമാണ് ഡോക്ടർമാർ പറയും. ആർക്കും കുറ്റപ്പെടുന്ന കാര്യമില്ല. ജനങ്ങളുടെ ഇതുപോലെയുള്ള ബുദ്ധിമോശമായ പെരുമാറ്റം കൊണ്ടാണ് സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ ജനങ്ങൾ വികടത്തരം കാണിക്കരുത്. പോലീസ്, ഡോക്ടർ, ജനങ്ങളെ അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നവർ ജനങ്ങളെ വെറുത്താൽ പിന്നെ അവർ മുമ്പും പുറം നോക്കത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടാവും. ഈ ജനജീവിതം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ജീവിതമാണ്. അവർക്ക് മെയിൻ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെന്താ കഷ്ടപ്പെടണമെന്ന് ഓർക്കും. അവർ പഠിച്ച വെച്ച എത്തിക്സൊക്കെ അവർ തൽക്കാലം പൂട്ടി വെക്കും. എന്നിട്ട് എല്ലാവർക്കും ജീവിക്കണമെന്ന രീതിയിലുള്ള നിലപാടുകൾ ഡോക്ടർമാരെടുക്കും. അതാണ് ഡോക്ടർമാർ ഒരു ഉത്തരവാദിത്തം. ഇതൊക്കെ വന്നാൽ പിന്നെയും തിരിച്ചു വരുമെന്ന് പറയും. അപ്പോൾ ഇതോട് ഇവളുടെ സപ്തനാടി, ഡിയയുടെ സപ്തനാടിയും തകർന്ന് നമ്മുടെ നാട് തകർന്നാൽ എന്താ പുള്ളിക്കെന്താ? അപ്പോൾ കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കുമെന്ന് ഇവളുടെ ഒരു അന്തരാളമാണ്. കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കും? അപ്പനാണെങ്കിൽ തളർന്ന് കിടക്കണം, ഭർത്താവിനടുത്ത് തുച്ഛ വരുമാനമാണ്, എങ്ങനെ ജീവിക്കും? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കാണുന്ന ആരെങ്കിലും അടുപ്പക്കാരെ പരിചയപ്പക്കാരെ ഇത്തിരി ബന്ധമുള്ളവരെ കാണുമ്പോൾ പറയും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും നോക്കണം കേട്ടാ. ആ രീതിയിലായി വർത്തമാനമൊക്കെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം കേട്ടാ. നമുക്ക് സങ്കടം വരും കേൾക്കുമ്പോൾ. ഒരു മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ അഹങ്കരിക്കുമ്പോഴും ആക്കടെ മേക്കിട്ട് കയറുമ്പോഴും ദൈവം ബലം പ്രയോഗിച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അവസരം ഉണ്ടാക്കുകയാണ്. ദാറ്റ്സ് നോൺ സെൻസ്. നിങ്ങളിപ്പോൾ കണ്ടത്തിലേക്ക് മുണ്ട് തട്ടി, എന്നെ തട്ടി ഞാനും തട്ടും, എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതാണെന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ തണ്ടിൽ കാണിച്ചാണല്ലേ. ജീവിതം ഒന്ന് ആൻറ്റിയായിട്ടൊന്ന് തിരിച്ച് കറങ്ങിയാൽ അപ്പം തന്നെ ആൾക്കാർ പട്ടാങ്ങി പറയാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ മനുഷ്യർ. എന്നാൽ പിന്നെ ആദ്യമേ പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എളിമപ്പെടാനിരിക്കണത് എന്തിനാണ്? എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഏത് വലിയ കൊമ്പനായാലും ശരി ആൾക്കാർ പതുങ്ങി പൂച്ച പോലെ, പുലിയെല്ലാം പൂച്ച പോലെ. എന്നാൽ പിന്നെ ആദ്യമേ പൂച്ചയാകാൻ പാടില്ലേ? എന്തെങ്കിലും സംഭവിച്ചിട്ട് പുലി പൂച്ചയാകാനിരിക്കണം. അതെന്താ പ്രശ്നം വെച്ചാൽ എളിമ എന്ന് പറയുമ്പോൾ
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയാം, ഞാൻ എന്തുകൊണ്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യണത്. കാര്യം മരിയൻ സ്പിരിച്വാലിറ്റി കോൺക്രീറ്റ് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലന്മാരുടെ സ്പിരിച്വാലിറ്റിയിലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ പ്രബോധനങ്ങളാണ് കൊടുക്കുക. അപ്പോസ്തല പ്രബോധനം എന്നല്ല പറയണത്, അപ്പോസ്തലന്മാർ പ്രബോധനങ്ങളാണ് കൊടുക്കുന്നത്. മറിയം, ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങൂർ പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഐ ഐഡൻറ്റിഫൈ മൈ സെൽഫ് ആസ് എ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം, ഞാൻ കരിസ്മാറ്റിക്കാണ്, പക്ഷേ മരിയൻ കരിസ്മാറ്റിക്കാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ പലപ്പോഴും കൊടുക്കുന്നത് പ്രബോധനങ്ങളാണ് കൊടുക്കുക, ഡോഗ്മയാണ് കൊടുക്കുന്നത്. മറിയൻ ഡോഗ്മ കൊടുക്കത്തില്ല. അതാ പ്രശ്നം. മറിയൻ ജീവിതമാണ് കാണിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ശക്തി, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൻ പാർത്തു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തിൽ പാടുക. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പോൾ ഈ ഉടമ്പടിയിലൂടെ മക്കളെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉടമ്പടിക്കുന്നത് എന്തിനാ? ശക്തനായവനെ കൊണ്ട് ഇനി വലിയ കാര്യങ്ങൾ ദൈവം ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ നമ്മൾ ഉടമ്പടിക്കുന്നത്. ഇനി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണം. വലിയ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യണം? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ. പറഞ്ഞേ, വിനീത അവസ്ഥ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് അപ്പോൾ തൽക്കാലം ഇങ്ങനെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ചില സ്ഥലത്ത് ചിലരെ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എളിമപ്പെടണം. അങ്ങനെയല്ല. നമ്മുടെ എളിമകളുടെ ഒരു പ്രശ്നം അതാണ്. അതൊരവസ്ഥയല്ല, വിനീത അവസ്ഥ അല്ല അത് ചില സമയത്ത് ചിലരെ കാണുമ്പോൾ നമ്മൾ ജർമ്മനി കൊണ്ടുപോകാം, വിസക്ക് പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോകാനുള്ള കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിനീതാവസ്ഥയാണ്. മനസ്സിലായില്ലേ? അതാണ് ചില സമയത്ത് ചിലരെ കാണുമ്പോൾ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിനീതാവസ്ഥ. പലരുടെയും വിനീതാവസ്ഥയുടെ അവസ്ഥ അതാണ്. ബേസിക്കലി ദേ ആർ നോട്ട് അവർ ഒരു ഹമ്പിളല്ല. ബേസിക്കലി ഹമ്പിളല്ല. എടുത്തു കയറ്റി ഇങ്ങനെ കൊമ്പം വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഹമ്പിളാകും. എന്തിനാണ്? അവർക്ക് വല്ല മെച്ചം ഉണ്ടാകുന്ന സ്ഥലത്ത് വരുമ്പോൾ അവരിങ്ങനെ ഹമ്പിളാകും. അപ്പോൾ ഇങ്ങനെ ഒക്കേഷണൽ ഹമ്പിളിംഗ് ഇല്ലേ, അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്ക് വല്ല നേട്ടമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ വിനയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടമ്പടി വിനയമല്ല. അതാണ് അമ്മ പറയണത്. വിനീതം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുന്നു
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളുടെ കൈ നെഞ്ചത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം എന്റെ നെഞ്ചിൽ വെക്കണമേ. പരിശുദ്ധ അമ്മയെ പോലെ എന്നെയും വിനയാന്യത മനോഭാവം ജീവിതാവസ്ഥയായി ദൈവകൃപ ആർജിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി എന്നെ ഉടമ്പടിയിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ ഒരു പോയിന്റ് ഓവറായി. രണ്ടാമത്തെ പോയിന്റിന്റെ പകുതിക്ക് നിൽക്കുകയാണ്. ഒരു പോയിന്റ് എന്തായിരുന്നു? അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് എന്താണ്? ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക. അപ്പോൾ ആര് നമുക്ക്, അതാണ് ഫസ്റ്റ് പോയിന്റ്, മറന്നുപോയി. സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി വിനീതം എന്ന് പറയുന്നത് ഒരു ഒക്കേഷൻ അല്ലാത്ത രീതിയിൽ ഒരവസ്ഥയായി രൂപാന്തരപ്പെടുത്തുക. ഓക്കെ അല്ലേ? താങ്ക് യു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കേണ്ടത്, അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് കർത്താവ് ഉയർച്ചെന്നേറ്റ ദിവസം ഞായറാഴ്ച കർത്താവിൻ്റെ മുമ്പിൽ ആരാധന കൂടുകയാണ്. നമ്മൾ ഒരു കുഞ്ഞിനെപ്പോലും കർത്താവ് കണ്ണീരോടെ തിരിച്ച് വീട്ടിലോട്ട് വിടത്തില്ല. നിങ്ങൾ എന്ത് തന്നെ പ്രയാസത്തിലായാലും, അത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമായാലും കർത്താവ് നിന്റെ കൂടെ വരും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ നിങ്ങൾ പറഞ്ഞ ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കാൻ, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തെക്കൊണ്ട് പ്രതിരോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നത്. പക്ഷേ അതിന് എപ്പോഴും വരുന്ന ഒരു വിഷയമാണ്, കർത്താവിൻ്റെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ അകമഴിഞ്ഞ വലിയ ആത്മബന്ധത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അമിതമായ ഒരു വിഷയങ്ങളോടെ ഓരോ വിഷയം നീണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ വല്ലാത്ത രീതിയിൽ ആലോചനപ്പെടുകയല്ലേ. അപ്പോൾ ദൈവം അതിനേക്കാൾ കൂടുതൽ ആലോചനപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിസ വരാൻ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചനപ്പെടുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചനപ്പെടുന്നത് കണ്ടിട്ട് ദൈവം നിങ്ങളെ ഓർത്ത് അതിനേക്കാൾ വലിയ ആലോചനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബി ഹാപ്പി.
സന്തോഷമായിരിക്കണം. കർത്താവ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്താണ്? ഇപ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നില്ലേ? ആരോട്? ദൈവത്തോടുള്ള സ്നേഹമായിരിക്കും. ദൈവത്തോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 14:1. നോക്കിയേ, 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം എന്ത്? ജപ്റ്റിനോടെ മാറുക. നിങ്ങളുടെ ലക്ഷ്യം കല്യാണം ഒത്തുവരിക. നിങ്ങളുടെ ലക്ഷ്യം മക്കളില്ലാത്തവരുടെ മക്കളുണ്ടാവുക. അപ്പോൾ നിയോഗമാണ് ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം. അതൊന്ന് യൂട്ടേൺ എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. നിയോഗം തന്നെ ആയിരിക്കണം പുതുക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, പുതുക്കുമ്പോഴും 3-4 പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിയോഗം തന്നെ ലക്ഷ്യമാണെങ്കിൽ ഈ വള്ളത്തിൻ്റെ അകത്ത് വെള്ളം കിടക്കണ പോലെയാണ് ഇപ്പോൾ കിടക്കണത്. വെള്ളം വേണം, നിയോഗമൊക്കെ ആവശ്യമാണ്. വള്ളം പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ വെള്ളം വേണം, അല്ലേ? പക്ഷേ ആ വെള്ളം ഈ വള്ളത്തിനകത്ത് കിടന്നാൽ വള്ളം മുങ്ങിപ്പോവും. പലരുടെ ഉടമ്പടി വെള്ളം മുങ്ങിയിരിക്കുകയാണ്. പലരുടെ ഉടമ്പടി വെള്ളം മുങ്ങിപ്പോയി. എന്താ കാര്യം? നിയോഗത്തിനാണ് അവർക്ക് ഒത്തിരി പ്രാധാന്യം വന്നത്. അപ്പോൾ നിയോഗത്തെ ഇപ്പോൾ കല്യാണം താമസിച്ച് പോയി നിങ്ങളുടെ കൂട്ടുകാരത്തി കുറിയും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പാത്തുകളെ ഓടി. ഞാനിവിടെ ഇല്ലെന്ന് മമ്മി പറഞ്ഞേക്കാൻ പറയും. ഞാനിവിടെ ഇല്ലെന്ന്. അവളവിടെ ഇരിപ്പുണ്ടേ. അവൾക്ക് ഇവിടെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ്. അവൾ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലേ കൂട്ടുകാരത്തേക്ക്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കല്യാണം വന്നിട്ടില്ല. ഉടമ്പടി എടുക്കാത്ത അവൾക്ക് കല്യാണം വന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അലോസരമുണ്ട്. അത് ദൈവത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതാണ് വിഷയം. ഭയങ്കര ദൈവമായിട്ട് ഡീലിങ് വളരെ ഇൻ്റലിജൻറ്റ് ഡീലിങ്ങേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഇമോഷൻ ഡീലിങ് പറ്റത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഡീൽ ചെയ്യണത് ഇമോഷണലിയാണ്. അല്ല, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇൻ്റലിജൻറ്റ് ഡീലിങ് വേണം. കാര്യം കർത്താവ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഫിനിഷ്ഡ് ആയിരിക്കും. കർത്താവിന് നിനക്കൊരു കാര്യം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് പക്കയായിട്ടായിരിക്കും ചെയ്യണത്. നീയായിട്ട് വല്ല കുഴപ്പം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിന് കൊടുത്താലും പിന്നെ ദൈവം നമ്മുടെ കക്ഷിയല്ല, സംരക്ഷണം കിട്ടത്തില്ല. ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ കണ്ടൻറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. എല്ലാ കണ്ടൻറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. കാര്യം എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം പറയാം, സത്യമായിട്ടും പറയാം. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിളിലെ ചില കീ വേഡ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾ പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾ ഡ്രോയിങ് റൂമിൽ എഴുതി വെക്കണം, അല്ലെ കിച്ചണിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. എന്താണ്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും പറഞ്ഞേ അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതൊരു വല്ലാത്ത വാക്കാണ്. ഇതിന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന വാക്കാണിത്. നമ്മുടെ ഉടമ്പടിയുടെ അടിസ്ഥാന വാക്കാണിത്. എന്താണ്? മർക്കോസ് 16:20. എന്താണ് ഒന്ന് വായിച്ചേ? അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് കുറേ കണ്ടന്റുകളുണ്ട്. നമ്മുടെ വിഷയം എന്തായിരുന്നു? നമ്മുടെ വിഷയം സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടുവന്ന് ഈശോ പറയുകയാണ്, അല്ലേ? എപ്പോഴാണ് പറയണത്? ഇവരെല്ലാം ഈ പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ് സാത്താന് വേണമെങ്കിൽ അപ്പം തടി പോലെ താഴെ വരാൻ പറ്റും. 2 കൊല്ലം എടുക്കുന്നേ ഉള്ളൂ. ഇടിമിന്നൽ പോലെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അതുതന്നെയല്ലേ ഇത്? അതുതന്നെയല്ലേ ഈ 16:20 മർക്കോസ് പറയണത്? ഒന്നിട്ട് വായിച്ചേ, വേഡ് ബൈ വേഡ് വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അതാണ് സംഭവം. ഫസ്റ്റ് എന്താണ്? അവരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി വീട്ടിൽ നിന്നല്ല പറയണത്. അതായത് ഉടമ്പടിയെ എടുത്തിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് അത് മാത്രം ചെല്ലി വീട്ടിയിരിക്കുന്ന ജന്മങ്ങൾ കൂടുതലാണ്. ഇവർ നമുക്ക് ഭീഷണിയാണ് എപ്പോഴായാലും. കാര്യം അവർ സാത്താൻ അവർ പ്രവർത്തിക്കും. എന്നിട്ട് അവർ പറയും ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്കൊന്നും നടന്നില്ലെന്ന് പറയും. ഇവരെ പറയും. പക്ഷെ എവിടെയാണ് പ്രവർത്തിക്കണത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും പറഞ്ഞേ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക? എല്ലായിടത്തും പോയി. ആ വാക്ക് വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അപ്പൊ എല്ലായിടത്തും പോയി പ്രസംഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കർത്താവിനെ കുറിച്ച് പറയണം. അതാണ് ഉടമ്പടിയുടെ സ്പീഡ് കൂട്ടണത്. അല്ല നിങ്ങൾ വിസ വന്നില്ല, ജപ്തി നടപടി മാറിയില്ലെന്ന് പറഞ്ഞ് അച്ഛനെ തന്നെ 1 മാസം 2 പ്രാവശ്യം കണ്ടവരുണ്ട്. ഞാൻ കൈയോടെ പിടിക്കുവേ. 1 പ്രാവശ്യം എനിക്ക് ആൾക്കാരെ വളരെ ശ്രദ്ധിച്ചാൽ ഞാൻ കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഒരാൾ 2 പ്രാവശ്യം 1 മാസം വന്നാൽ എനിക്കറിയാൻ പറ്റും, അല്ലാതെ തന്നെ അറിയാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് അവിടെ ചീട്ട് കിട്ടുമ്പോൾ തന്നെ അവരവിടെ എഴുതി വെക്കും, ഇയാൾ നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൽ തന്നെ എഴുതി വെക്കും, ഇയാൾ അച്ഛനെ ഇന്ന തീയതിയിൽ ഇന്ന കാര്യത്തിൽ കണ്ടതാണെന്ന്. കാര്യം മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചീട്ട് കിട്ടത്തില്ല.
കാര്യം മാറ്റി പറയുന്നത് ചിലപ്പോൾ 1 മാസം 3 മാസം കൂടുമ്പോൾ വീണ്ടും കാര്യം മാറ്റി പറഞ്ഞാൽ അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ കാണാൻ ചിലപ്പോൾ അനുവദിക്കും. കാര്യം പറഞ്ഞാൽ മതി. അതേ കാര്യം തന്നെ പറഞ്ഞാൽ കിട്ടത്തില്ല. എന്താ കാര്യം? അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ റോളാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെടിപ്പും മെനയോട് കൂടി ഉടമ്പടി ജീവിക്കുക എന്നുള്ളത്. അത് എല്ലായിടത്തും പോയി ഇപ്പം ഈ നമ്മളുടെ ഡിയയെ കൊണ്ടുവന്ന ആരാണ്? ഡിയയുടെ അവസ്ഥ കണ്ടല്ലോ. ഡോക്ടർ പോലും പറഞ്ഞു ഈ സംഭവം ഡോക്ടറെ ഞാൻ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ പോയാലും പിന്നെയും വരുമെന്ന് പറയും. അതാണ് ഡോക്ടർ കൊടുക്കുന്ന ഉദ്ദേശം. അപ്പോൾ ഇവൾ സപ്തനാടികളും തളർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഡാർലി മിസ്സിനെ ഇടയ്ക്ക് ഇവരൊക്കെ ചെയ്യണ എവിടെയോ വെച്ച് പരിചയപ്പെട്ടു. ഡാർലി മിസ്സിന് പരിചയമുള്ള ആളാണ്. ഡാർലി മിസ്സിനെ പറഞ്ഞു മനസ്സേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ടാകണം. എല്ലാവരും പറയണത് അതാണ്. അവൾ കാണുന്ന ഈ എല്ലാവരോടും ഈ യാത്രയും പറഞ്ഞ് പോവുകയാണ് ആളെ. ആ സീനെന്ന് പറഞ്ഞാൽ വളരെ മോശം സീനാണ്, ശരിക്കും സങ്കടകരമായ സീനാണ്. ഇപ്പോൾ ഡാർലി മിസ്സിന് ഇതിന് പരിചയം ഉണ്ടായിരുന്നു. ഡാർലി മിസ്സിന് ഇവർക്ക് നടക്കാനും പാടില്ല, കാലേ നീര്, മുഖത്ത് നീര്, മൊത്തം നീര്, അനങ്ങാൻ പാടില്ലായിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയണത് ഡാർലി മിസ്സേ എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീൻ കണ്ട. അപ്പോൾ ഡാർലി മിസ് പറയുന്നത് നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിന്നെ അമ്മയെടുത്ത് കൊണ്ടുപോകാമെന്ന് പറയും. അതാണ് പ്രേക്ഷിത എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ പറയും ഞാനെങ്ങനെ വരും, എനിക്ക് ബസ്സൊക്കെ നടക്കാൻ പോലും പറ്റാത്ത ആളെ കാലേ നീരാണ്. ബസ്സേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാലിൽ തൂങ്ങിയാൽ പിന്നെ കാലിന് 1 കിലോ കണക്കിന് ഭാരമാകും, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല, അത് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അതാണ് ആ പ്രേക്ഷിതരുടെ ചൈതന്യം എന്ന് പറഞ്ഞതാണ്. അല്ല പ്രത്യക്ഷീകരണം വാർത്തയിൽ ഇരുട്ടത്ത് കുത്തിരിക്കല്ല. അവർ പറയും ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അവിടെ ഇച്ഛാശക്തിയുണ്ട്. പ്രേക്ഷിതർക്ക് എപ്പോഴും അഭിഷേക ശക്തി ഉണ്ടാകും. ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷമം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇരട്ടി ശക്തി, അവർ പ്രേക്ഷിതരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശക്തി കിട്ടും. കാര്യം ഇതിനെ പിക്കപ്പ് ചെയ്യണമെന്ന് പറയും. പിന്നെ എന്താണ്, പിന്നെ ഇവരുടെ കെയർ ഓഫിലാണ് മാതാവ് ഇവരെ അഡ്മിറ്റ് ചെയ്യണത്. കാര്യം അവരും ഈ ഡിയായും മാതാവും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. ഡാർലി മിസ്സും മാതാവും തമ്മിൽ ഭയങ്കര, അതാണ് പ്രേക്ഷിതരെന്ന്. എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രേക്ഷിതരെന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വീട്ടിൽ വില ഉണ്ടാകത്തില്ല, സഭയിലും വില ഉണ്ടാകത്തില്ല. ഈ വീട്ടിലും സഭയിലും വില ഉണ്ടായിട്ട് എന്നാ കാണിക്കാനാണ്? വില കൊടുക്കണ ആരായിരിക്കും? ദൈവം. പ്രേക്ഷിതർക്ക് ദൈവമാണ് വില. വേറെ ആരുടെയും വില നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കിട്ടണം കാര്യമില്ല. ആരുടെയും പേരോ നല്ല പേരോ സൽപ്പേരോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പണിക്ക് പോകരുത്. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സന്തോഷിക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ രാജനീസ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവേൻ. പ്രേക്ഷിതരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാരും വീട്ടുകാരും നാട്ടിൽ നിനക്കിതേ പണിയുള്ള വേറെ നാട്ടിൽ വേറെ ആരും പ്രാർത്ഥിക്കാനൊക്കെ ആകില്ല, നീ നിനക്ക് എപ്പോഴും കൃപാസനത്തിൽ ഓട്ടം എന്ന് ഭർത്താവ് പറയും. തീർച്ചയായിട്ടും പറയും, ഒരു സംശയമില്ല, എന്താ കാര്യം പറഞ്ഞിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന അഭിഷേകം, കർത്താവ് എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല. അവിടെ സമാധാനം എന്നാണ് ഈശോ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഉദ്ദേശിക്കുന്നത് അഭിഷേകം എന്നാണ് ശരിക്കും. ഇതിനെല്ലാത്തിനെയും, അതായത് ദൈവമാണ് ആ അഭിഷേകം കൊടുത്തിരിക്കുന്നത്. ആ അഭിഷേകം ഭർത്താവിന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, നാട്ടുകാർക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, വികാരിച്ചിന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറയണത്. ഞാൻ നിങ്ങൾക്ക് തന്ന സമാധാനം, അഭിഷേകം ആരും നിങ്ങൾ എടുത്ത് കളയത്തില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അപ്പൊ പ്രേക്ഷിതരെന്ന് പറയുന്ന ഒരു ആന്തരിക അഭിഷേകമാണ് ആ സംഭവം. നമ്മൾ ദൈവസ്നേഹത്തോടെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഡിയായോട് എന്തുകൊണ്ടാണ് ഡാർലി മിസ് പറയണത് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്? ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ ഡാർലി മിസ്സിൻ്റെ പേര് മാതാവിൻ്റെ പുസ്തകത്തിലുണ്ട്.
ഡാർലി മിസ് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാലും മാതാവ് നോക്കത്തില്ല. അത് വ്യത്യസ്തം എന്ന് പറഞ്ഞതിൽ അവരിവിടെ വന്നു, അവരിവിടെ ഇതിൽ കയറി ഡാർലി മിസ് അവരെ പിടിച്ചുകൊണ്ട് വരികയാണ്. കയറിയപ്പോൾ ബസ്സേ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് തൂങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് കയറിയപ്പോൾ കാലിൽ ഒരു തുള്ളി നീരില്ല. അകത്ത് കയറിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അവർ ഉടമ്പടി എടുത്തില്ല, ഒന്നും ചെയ്തില്ല, അകത്ത് കയറിയതേ ഉള്ളൂ. അത് ആരുടെ അക്കൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്? ഡാർലി മിസ്സിൻ്റെ അക്കൗണ്ടിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അവളുടെ പേര് മാതാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അല്ലെങ്കിൽ ചെറിയോള് നിങ്ങൾ ഉടമ്പടി തോറ്റു പോകുന്നവരെന്താണ്? മാതാവിനെ തോപ്പിക്കാൻ നോക്കിയിട്ടാണ് തോറ്റു പോണത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യത്തില്ല. മറിച്ച് നിങ്ങൾ വിസ വന്നാൽ ഓഫർ ലെറ്റർ വന്നാന്ന് പറഞ്ഞിട്ട് എപ്പോഴും കമ്പ്യൂട്ടർ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ജപ്തി നടപടി മാറിയ ബാങ്കിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഞാനില്ല. ഡാർലി മിസ് കഥക്കാറുണ്ടെന്നാണ്. അതാണ് ചിരിച്ചു പോയത്. അല്ല